എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് പുതിയ കർഷകർക്ക് വേണ്ടിയാണ്. അതായത് കൃഷിയെപ്പറ്റി വലിയ പരിചയമൊന്നും ഇല്ലാത്ത കർഷകർക്ക് വേണ്ടി നൽകുന്ന വീഡിയോ. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് താങ്ങുകാല് കേടായി കഴിഞ്ഞ ശേഷം എങ്ങനെ ഒരു കൊടി ആ കേടായ താങ്ങുകാലിൽ നിന്ന് പുതിയൊരു മരത്തിലേക്ക് മാറ്റി കെട്ടുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ കൊടിയുടെ താങ്ങുകാല് മുരിക്കായിരുന്നു, അതിന് ശേഷം നഷ്ടപ്പെട്ടു. ഇനി നമ്മൾ തൊട്ടടുത്ത് ഒരു 15 അടി ഉയരമുള്ള ഒരു ശീമക്കൊന്ന പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മുരിക്കിൽ നിന്ന് നമ്മൾ ഇനി ഈ ശീമക്കൊന്നയിലേക്ക് കൊടികളുടെ വള്ളികൾ ഓരോന്നായിട്ട് മാറ്റി പതിക്കുകയാണ് ചെയ്യേണ്ടത്. കൊടികളുടെ വള്ളി നമ്മൾ മാറ്റി പതിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചുവട്ടിൽ നിന്ന് ചെറിയ വള്ളികളാണ് ആദ്യം മാറ്റി പതിപ്പിക്കേണ്ടത്. ഒരുപാട് മുകളിലേക്ക് കയറി പോകാത്ത ചെറിയ ചെറിയ വള്ളികൾ ആദ്യം പിടിപ്പിക്കുക. അതിനുശേഷമേ വലിയ വള്ളിയിലേക്ക് പോകാൻ പാടുള്ളൂ. കുരുമുളക് വള്ളി മരത്തിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വള്ളികളുടെ അട്ടക്കാലുകൾ അല്ലെങ്കിൽ സക്കേഴ്സ്, അത് മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് സക്കേഴ്സ് റിമൂവ് ചെയ്ത് മുകളിലേക്ക് പോകണം. മുകളിൽ നിന്ന് താഴേക്കല്ല, താഴെയിൽ നിന്ന് മുകളിലേക്ക് ഓരോ അട്ടക്കാലുകളും വേർപെടുത്തി ഏറ്റവും മുകളിലത്തെ കണക്ഷൻ ഏറ്റവും അവസാനം വേർപെടുത്തി ആ വള്ളി മാറ്റി പതിക്കാനുള്ള മരത്തിലേക്ക് ചേർത്ത് കെട്ടുക ചെയ്യേണ്ടത്. മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ അട്ടക്കാലുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വള്ളി ഒടിഞ്ഞു പോകുവാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ട് താഴെ നിന്ന് റിമൂവ് ചെയ്ത് മുകളിലേക്ക് പോയി വള്ളി സാവധാനം എടുത്ത് പുതിയ മരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കണം. PVC പൈപ്പിലോ കോൺക്രീറ്റ് കാലിലോ ഒക്കെ കൃഷി ചെയ്താൽ ഇത്തരത്തിൽ താങ്ങുമരം കേടാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാമെന്നുള്ള ഒരു ന്യായമായിട്ടുള്ള സംശയം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മളിതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ക്ലൈംബ് ചെയ്യുന്ന സക്ക് ചെയ്ത് കയറുന്ന എല്ലാ വള്ളികൾക്കും എല്ലാ ചെടികൾക്കും ആ ക്ലൈംബ് ചെയ്യുന്ന മരവുമായിട്ട് ഒരു പരസ്പര ആശ്രയത്വമുണ്ട്. കൂടാതെ തന്നെ ഈ കോൺക്രീറ്റ് കാലും PVC പൈപ്പുകളും ഒക്കെ ഭാരിച്ച ചിലവ്, ഒരു കാല് ഉയർത്തണമെങ്കിൽ ഏതാണ്ട് ഒരു 1500-2000 രൂപ അതിന് തന്നെ ചിലവ് വരും. കൂടാതെ ടെമ്പറേച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. കുരുമുളകിൻ്റെ താങ്ങുമരം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അറിവിലുള്ള ഏറ്റവും ബെസ്റ്റ് മരം എന്ന് പറയുന്നത് മുരിക്കാണ്. കുരുമുളകിന് കയറി പോകാൻ ഇത്രയും പറ്റിയ മറ്റൊരു മരമില്ല. പക്ഷേ മുരിക്കിന് വ്യാപകമായിട്ടുള്ള കേടുണ്ട്. നമുക്ക് ഏത് മരത്തിലും കുരുമുളക് കയറ്റാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും നല്ല താങ്ങുമരമായിട്ട് എനിക്ക് തോന്നുന്നത് പയ്യാനി, ഒരു നല്ല പലക പയ്യാനിയല്ല, സാധാരണ പയ്യാനി ഒരു നല്ലൊരു താങ്ങുമരമാണ്. നേരെ കയറി പോകുന്ന ഒരു താങ്ങുമരമാണ്. പിന്നീട് കമുകൊക്കെ ഉണ്ടെങ്കിൽ കമുകിന് കേടില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ കമുക് നമുക്ക് താങ്ങുമരമായിട്ട് ഉപയോഗിക്കാം. കമുക് കൃഷിയിൽ രണ്ടും നടക്കും. അതുപോലെ തന്നെ മഹാഗണി നല്ലൊരു താങ്ങുമരമാണ്, പ്ലാവ് നല്ലൊരു താങ്ങുമരമാണ്. മഹാഗണി വലുതാവുന്ന മരമാണെങ്കിൽ പോലും ഇത് കുരുമുളക് വള്ളികൾ അതിൽ നന്നായി കയറി എപ്പോഴും അതിൻ്റെ തലകളൊക്കെ കൃത്യമായിട്ട് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മരം അധികം വളരുകയില്ല. പിന്നീട് ഇങ്ങനെയുള്ള താങ്ങുമരത്തിൻ്റെ മരങ്ങൾ നമ്മൾ വെച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഈ കോൺക്രീറ്റ് കാലിൽ നിന്നുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുരുമുളക് കൃഷി നമുക്ക് ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഒരുപാട് അൺസർട്ടനിറ്റി ഉള്ള ഒരു കൃഷിയാണ് കുരുമുളക് കൃഷി. എപ്പോൾ വേണേലും കേടുവന്ന് പോവാം. ഈ കോൺക്രീറ്റ് കാലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കാലുകൾ പിന്നീട് ഒരു ബാധ്യതയായി മാറും. അതേസമയം ഈ മരങ്ങളാണെങ്കിൽ, ചെറിയ മരങ്ങളാണെങ്കിലും നമുക്കത് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വിറ്റ് കഴിഞ്ഞാൽ അതും ഒരു കാശായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് കുരുമുളകിന് പറ്റിയ ഏറ്റവും നല്ല താങ്ങുമരം എന്ന് പറയുന്നത് പയ്യാനി, പ്ലാവ്, മഹാഗണി, പിന്നെ മുരിക്കൊക്കെ കേടില്ലാതെ പിടിക്കുന്ന സ്ഥലമാണെങ്കിൽ മുരിക്ക. ഇവയൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത ഏത് പാഴ്മരവും നമുക്ക് താങ്ങുകാലായിട്ട് ഉപയോഗിക്കാം. പുതിയ മരത്തോട് കുരുമുളക് വള്ളി ചേർത്ത് കെട്ടുമ്പോൾ ചൂടിക്കയറിട്ട് കെട്ടുന്നതാണ് നല്ലത്. 1-2 വർഷത്തേക്ക് അത് വലിയ കുഴപ്പമില്ലാതിരുന്നോളും. അതോടൊപ്പം മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് ബ്ലൂ കോണോ എലിക്സറോ അതുപോലെയുള്ള നല്ല വളങ്ങൾ ഇട്ട് കൊടുക്കുക.
അത് പുതിയ സക്കേഴ്സ് വന്ന് മരത്തിൽ പിടിക്കുവാനായിട്ടുള്ള ഒരു സഹായകരമായിരിക്കും. ഇത് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എങ്ങനെയായാലും ഒരു പഴയ മരത്തിൽ നിന്നും പുതിയ മരത്തിലേക്ക് ഒരു വള്ളി മാറ്റി കെട്ടുമ്പോൾ അതിന് എങ്ങനെയായാലും ചെറിയ ഇഞ്ചുറികളൊക്കെ ഉണ്ടാവും, ചെറിയ കേടുകളൊക്കെ ഈ വള്ളിക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മരത്തിന് നന്നായിട്ടൊരു സിസ്റ്റമിക് ഫംഗിസൈഡ്, അതായത് മെറ്റലാക്സിലും മാംഗോസബും ചേർന്നിട്ടുള്ളതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയുള്ളൊരു ഫംഗിസൈഡ് 2 gram/L എന്ന ക്രമത്തിൽ ഈ മരത്തിന് വള്ളികൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ മുറിവുകളിൽ കൂടി ഫംഗസ് ബാധയൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് അത് സഹായകരമായിരിക്കും. പുതിയ മരത്തിലേക്ക് കുരുമുളക് വള്ളികളെല്ലാം നമ്മളിപ്പോൾ ചേർത്ത് കെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പഴയ മരം എത്രയും വേഗം മുറിച്ച് മാറ്റണം. പുതിയ മരത്തിന് കേടുവരുന്നില്ല എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തുകയും ചെയ്യണം. കുറച്ച് നന്നായിട്ട് വളപ്രയോഗമൊക്കെ നടത്തണം. പഴയ ജനറേഷനിൽപ്പെട്ട കർഷകർക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അറിയാം. പക്ഷേ ഒരു വൈരുദ്ധ്യം എന്ന് ഉള്ളത്, ഈ പഴയ താങ്ങുമരം ഒടിഞ്ഞു മാറുന്നത് വരെ അവരിത് നോക്കി വെച്ചുകൊണ്ടിരിക്കും. അതിനുശേഷമായിരിക്കും അവർ ഈ കൊടി സംരക്ഷിക്കേണ്ട കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത്. താങ്ങുകാല് മാറ്റി പിടിപ്പിക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.